സ്ത്രീയെ ആക്രമിക്കുന്ന റോളിൽ ഇറങ്ങുമ്പോൾ എത്രയോ സ്ത്രീകളുണ്ട് ആക്രമിക്കുന്നത്, എത്രയോ സ്ത്രീകളുണ്ട്. ഞാൻ പറയട്ടെ, കൊച്ചുകുട്ടികളെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ത്രീകൾ. അല്ല, ആ പറയുന്ന ന്യായം അല്ലല്ല, ഇയാൾ ചോദിച്ചതിന് ഉത്തരവൊന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെന്താ ഇയാൾ ചോദിച്ചതും അല്ല അത്. പിന്നെ എങ്ങനെയാ ശരി? ഞാൻ പറഞ്ഞില്ലേ, താന് ഈ സ്ത്രീകള് ഇങ്ങനെ ആയിരിക്കുന്നതിന് ഉത്തരവാദി അവരാണെന്ന് പറയാനാണ് താൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അവരും കൂടിയാണ്. അങ്ങനെയല്ല, ഒരു മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യസ്ഥനായി ഒരാൾ നിൽക്കുന്നത്, ഒരു പോലീസുകാരനായിട്ട് ഒരാൾ നിൽക്കുന്നത് ആ മുതലാളിയുടെ ഇഷ്ടം കൊണ്ടാണ്. മൈത്രേന് വന്നൊരു ട്രോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മൈത്രേന് ഒരു ട്രോൾ ഒന്ന് കണ്ടു. അതായത് മൈത്രേന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പുരുഷന്മാരായ കോന്തന്മാരുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ജോലികളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു ആവശ്യം വേണ്ട എന്നൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ. പക്ഷേ ഈ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഈ പറയുന്ന പുരുഷന്മാരാണ് അവിടെ അധികം ഉണ്ടായിരുന്നത്. സ്ത്രീകൾ അവിടേക്ക് കടന്നു ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നതും കായികമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതും പുരുഷന്മാർക്കല്ലേ? അപ്പോൾ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമില്ലേ? ഇല്ല. അപ്പോൾ അങ്ങനെ പറയാൻ പുരുഷന്മാര് മാത്രം ഈ പണികൾ ചെയ്യുന്നവരായിട്ടാണ് ലോകത്ത് ഏതാണ്ട് ഒരു 10,000 വർഷമായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സ്ത്രീകൾക്ക് മരത്തെ കയറാൻ കഴിവില്ലാത്തവരാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ലോകത്തെ സർക്കസ് മുഴുവൻ കളിക്കുന്നവരല്ലേ? ഇപ്പൊ കയറാൻ പറ്റാത്ത കഴിയില്ലല്ലോ. ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അവരെ ചെയ്യാൻ അനുവദിക്കാതാണ് നമ്മൾ ഈ അടക്കവും ഒതുക്കമുള്ള പെണ്ണുങ്ങളെ ഉണ്ടാക്കുന്നത്. അതൊരു വശം. ഇവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക എന്നുള്ളത് ചോദിക്കട്ടെ, വെള്ളത്തിൽ നീന്താനായിട്ട് ഇയാൾക്ക് നീന്താനും മരത്തെ കയറാനും അറിയാമെന്നാണല്ലോ സങ്കല്പം. എല്ലാ പുരുഷന്മാരും ഇവിടെ ഇപ്പൊ ഈ വീണ് ചാകുന്ന കുട്ടികളെല്ലാം ആൺകുട്ടികളാണല്ലോ 90%, അല്ലേ? അതെന്താണ് അവർക്ക് നീന്തൽ അറിയാത്തത്? ഈ പുരുഷനായ നീന്തൽ അറിയണമല്ലോ. പാറയിൽ നിന്ന് താഴോട്ട് വീണാൽ ജീവിച്ചിരിക്കണമല്ലോ. അങ്ങനൊന്നും അല്ലല്ലോ, പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണായാലും പെണ്ണായാലും പരിശീലനം കൊടുക്കാതെ പറ്റില്ല. ആണുങ്ങൾക്ക് ആകെയുള്ള വ്യത്യാസം എന്താണ്? ബലമുണ്ട്. ഭാരം പൊക്കുന്നിടത്ത് മാത്രമാണ് വ്യത്യാസം. അല്ലാതെ ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിനുള്ള സകലതും ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. വയനാട്ടിൽ പെണ്ണുങ്ങളെ കാണാതെ പോയത് എന്തുകൊണ്ടാണ്? പെണ്ണുങ്ങൾ മാത്രം നാട്ടിലുള്ളത് കൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ബോൺസായി പോലെ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾ കാരണം, അല്ല പെണ്ണുങ്ങൾക്ക് ദൗർബല്യം ഉള്ളത് കൊണ്ടല്ല. ഇപ്പോൾ ഈ സ്പേസിൽ കടന്ന് കറങ്ങുന്നതിനകത്ത് ഒരു പെണ്ണല്ലേ ഉള്ളത്? അത് എങ്ങനെ പറ്റും? ഈ പറഞ്ഞത് ന്യായമാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തവണ എന്തെങ്കിലും ഒരു മെഡൽ മേടിച്ചിട്ടുള്ളത് പെണ്ണുങ്ങളല്ലേ? പുരുഷന്മാരും ഇല്ലേ? ഉണ്ട്. പുരുഷന്മാർ ഇത്രയും കോന്തന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് എന്തുണ്ടായി? ഒറ്റ മെഡൽ, ഒരു സ്വർണ്ണ മെഡൽ മേടിച്ചോ? പുരുഷ വിരോധിയാണോ മൈത്രേയ? അല്ല, പുരുഷനാണ്. ഈ നിലനിൽക്കുന്ന പുരുഷന്മാരോട് വിരോധമുണ്ട്. നിലനിൽക്കുന്ന പുരുഷന്മാർ നമ്മൾക്ക് അവസരങ്ങൾ തരാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോൺസായി ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു ദുരന്തം വരുമ്പോ കയറി ചെന്ന് പട്ടാളക്കാരെ പോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കോ? അത് കഴിയാത്തവരാക്കി മാറ്റിയത് തെളിവ് ആസ്വദിക്കുന്നുണ്ട്. ന്യായമൊക്കെ എനിക്ക് അറിയാത്ത ആളല്ല. പുരുഷനെയും സ്ത്രീയെയും, ഇന്ന് കാണുന്ന പുരുഷനെയും സ്ത്രീയെയും നമ്മൾ നിർമ്മിക്കുന്നത് വഴി ഉണ്ടാകുന്ന, അല്ല പുരുഷന്മാരുടെ സ്വന്തം കഴിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകുന്ന മുഴുവൻ ആൺപിള്ളേരാണല്ലോ. അപ്പൊ അവര് നീന്തി രക്ഷപ്പെടണ്ടേ? അപ്പൊ അത് തന്നെയാണ് പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. പെണ്ണുങ്ങളെ ഒരിക്കലും ഒന്നും പഠിപ്പിക്കാൻ അനുവദിക്കാത്തതാണ് ഈ സമൂഹം. ഈ പഠിച്ചവരവിടെ പോയപ്പോ പഠിച്ചവരെ അവരെ ആരാണ് പഠിപ്പിച്ചത്? സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും പഠിക്കാത്തവര് തന്നെയാണ്. എല്ലാ സ്ത്രീകളും 100%. ഒരാള് പോലും ഇല്ല. കനിക്കുസൃതിയാക്കിയും നീന്തി ഒരുത്തനെ രക്ഷിക്കാനുള്ള ഒരു കഴിവുമില്ല. അപ്പൊ ആര് പഠിപ്പിച്ചില്ല? ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ? അങ്ങനെ തന്നെയാണ്. അത് പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ 1000 കാര്യം അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് വേറെ ആളുകളാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന സാധനം 100% യോജിക്കുന്നില്ല മൈത്ര. ഞാൻ പറഞ്ഞ അങ്ങനെ 1% യുക്തി ഒന്നും അല്ലത്. അല്ല ഞാൻ പറയാ മൈത്ര, തനിക്ക് നീന്തൽ അറിയത്തില്ലേ? അറിയാം. തനിക്ക് മരത്തെ കയറാൻ അറിയത്തില്ല? അറിയാം. ഒരാളെ രക്ഷിക്കാൻ അറിയില്ലേ? താൻ എന്താണ് വയനാട്ടിൽ പോകാഞ്ഞ്? നമ്മുടെ ടീം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ചർച്ച വേണ്ട. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോ ഉക്രൈൻ വാറിൽ പോയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പട്ടാളത്തിൽ ചേർന്നില്ല എന്ന് പറയുന്നത് പോലെ അല്ല അത് പറയേണ്ടത്. അവിടെ സ്ത്രീകള്
പട്ടാളത്തിനകത്ത് സ്ത്രീകളെ എടുക്കാത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള എടുക്കുന്നത്, അതുപോലും നേഴ്സായിട്ട്, ഡോക്ടറായിട്ട്, അഡ്മിനിസ്ട്രേഷന് വേറെ എങ്ങും പോകുന്നത്. തോക്ക് വെച്ച് വെടിവെക്കാനായിട്ട് ആ ഒളിമ്പിക്സിൽ പോയിട്ട് പെണ്ണുങ്ങളെല്ലാം വെടിവെക്കുന്നുണ്ടല്ലോ. ഉന്നത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. അമ്പു ചെയ്യുന്നതിനടുത്ത് ഉന്നത്തിന് വല്ല കുറവുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ ഇല്ലാത്തത്? പറ. അതാണ് അനുവദിക്കാതെ വളർത്തുന്നു എന്ന് പറയുന്നത്. ഇതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ അവിടെ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മര്യാദ കെട്ട പുരുഷന്മാരാണെന്നുള്ളതിന് തെളിവാണ്. അത്രേ ഉള്ളൂ. അതെങ്ങനെ ഈ റോഡില് ഇറങ്ങുന്ന സ്ത്രീകളെ ആക്രമിക്കുന്നത് മറ്റു സ്ത്രീകളാണോ? സ്ത്രീകളും ഇല്ലേ? സ്ത്രീകളുണ്ടോ? സ്ത്രീകളുണ്ട്. ഏത് സ്ത്രീയാണ് റോഡിൽ ഇറങ്ങിയ വേറൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന വേറൊരു സ്ത്രീ ഉണ്ടോ? ഉപദ്രവിക്കാതെ ബലാത്സംഗം മാത്രമാണ് പറയുന്നത്. തന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല എന്ന് മൈത്രേനെ അറിയാം. പിന്നെ ആ ചോദ്യത്തിന് അതുകൊണ്ടാണ് ബലാത്സംഗം ചെയ്യുന്നത് മുഴുവൻ പുരുഷന്മാരാണല്ലോ. മൈത്രേനെ അറിയാൻ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറയുന്ന ചോദ്യത്തിന് അത് ആക്രമിക്കുന്നു. സ്ത്രീയെ ആക്രമിക്കുന്ന റോഡിൽ ഇറങ്ങുമ്പോൾ എത്രയോ സ്ത്രീകളുണ്ട് ആക്രമിക്കുന്നത്. എത്രയോ സ്ത്രീകളുണ്ട്. ഞാൻ പറയട്ടെ, കൊച്ചുകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ത്രീകൾ. ആ പറയുന്ന ന്യായം അല്ലല്ല, ഇയാൾ ചോദിച്ചതിന് ഉത്തരവൊന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെന്താ ഇയാൾ ചോദിച്ചതും അല്ല അത്. ഞാൻ പറഞ്ഞല്ലേ, താന് ഈ സ്ത്രീകള് ഇങ്ങനെ ആയിരിക്കുന്നതിന് ഉത്തരവാദി അവരാണെന്ന് പറയാനാണ് താൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അവരും കൂടിയാണ്. അങ്ങനെയല്ല. ഒരു മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യസ്ഥനായി ഒരാൾ നിൽക്കുന്നത്, ഒരു പോലീസുകാരനായിട്ട് ഒരാൾ നിൽക്കുന്നത് ആ മുതലാളിയുടെ ഇഷ്ടം കൊണ്ടാണ്. ഈ വീടിനകത്തെ അമ്മമാരെന്ന് പറയുന്നവര് അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് പെരുമാറാനായിട്ട് വാർത്തിട്ടുള്ളവരാണ്. ഒരു പ്രായം വരെ ഓക്കെ. അനുഭവിക്കുമ്പോ ഇത്ര ഏജ് ഇവൾക്ക് ഇപ്പോഴും പൊട്ടിച്ച് പുറത്ത് വരാലോ. ഇയാള് പിണറായി വിജയനെ കാണാൻ ഇയാൾ പോവുകയാണ്. അവിടെ കേറ്റാതിരിക്കുന്ന പിണറായി വിജയനല്ല, വാതൊക്കെ വേറെ ആള് നിൽപ്പുണ്ട്. അയാൾ അനുവദിക്കാത്ത കൊണ്ടാണെന്ന് എല്ലാവരും അനുഭവിക്കും. പക്ഷെ അയാൾ അവിടെ നിൽക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. ഇതാണ് എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങളുടെ അവസ്ഥ. അച്ഛനെന്ന് പറയുന്ന ആള്, ഭർത്താവെന്ന് പറയുന്ന ആള്, സഹോദരൻ എന്ന് പറയുന്ന ആളിൻ്റെ കാര്യസ്ഥന്മാരായ സ്ത്രീകളെ ഈ നാട്ടിലുള്ളൂ. അങ്ങനെയാണ് സ്ത്രീകൾക്ക് ശത്രുക്കളാണെന്ന് നമ്മൾ പറയുന്നിടത്ത് എത്തുന്നത്. ഇയാളുടെ അമ്മയോട് പോയി പറയുമ്പോൾ അമ്മ പറയും, അച്ഛൻ്റെ സ്വഭാവം നോക്കി ഞാൻ ഈ കാര്യം ചോദിക്കാമെന്ന് പറയും. അങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചർ നിൽക്കുന്നത്. പുരുഷ കേന്ദ്രീകൃതമായ പുരുഷന്മാരുൽപ്പാദിപ്പിച്ച ഒരു സമൂഹത്തിനകത്ത് വളരുന്ന എല്ലാ സ്ത്രീയും പുരുഷന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ്. അല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാകത്തില്ല. ഇത്രയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ സ്ത്രീകൾക്കെതിരാണെന്നും എല്ലാ അമ്മായിമാരും മരുമക്കളെ മോശമായി പെരുമാറുന്നതെന്ന് ഇവിടുത്തെ സകല മുഴുവൻ സീരിയലും പുരുഷന്മാരാണ് എഴുതുന്നത്. ആ എഴുതുന്നവന്മാർ അവൻ്റെ വീട്ടിലെ അവൻ്റെ പെണ്ണുമ്പിള്ളയോട് അവൻ്റെ അമ്മയോട് പറയാനുള്ള സാധനമാണ് ആ സീരിയൽ കാണിക്കുന്നത്. ഇത് മുഴുവനും സ്ത്രീകൾക്കെതിരായിട്ട് കാണിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ട് ആക്കുന്ന സാധനം എല്ലാ ജയിലറും അവിടുത്തെ ആളിനോട് ഞാൻ അതിനകത്ത് ജയിൽ പുള്ളിയോട് പെരുമാറുന്നത് പോലെയാണ്. അത് അവരെ രൂപപ്പെടുത്തുന്നതാണിത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും സമയത്ത് ഒരു അമ്മായപ്പൻ്റെ കൂടെ ഒരു മരുമോൻ പോയി താമസിക്കാറുണ്ടോ? ഇതുവരെ ഇല്ല. പറ്റത്തില്ല എന്നുള്ളതല്ല, ഇതുവരെ ഇല്ല. സ്ത്രീകളെ അവരുടെ വീട്ടിൽ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ രണ്ടുപേരെയും കൂടെ തമ്മിലടിപ്പിക്കുന്നിടത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അമ്മായിമ്മയും മരുമോളും തമ്മിൽ അടിക്കുന്നത്. ഇതിനകത്ത് അമ്മയുടെ കൂടെ നിൽക്കണോ ഭാര്യയുടെ കൂടെ നിൽക്കണോ എന്ന് അറിഞ്ഞുകൂടാത്ത സംഘർഷം വരുന്ന പുരുഷന്മാരെ കാണിക്കുന്നതാണ് സീരിയൽ മുഴുവൻ. ഇത് പുരുഷന്മാരുണ്ടാക്കുന്നതാ. സ്ത്രീകളിലാണ് ഈ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ. സ്ത്രീകൾക്കൊരു വിഷമവും ഇല്ല, പരാതി അവര് മുഴുവനും കൂടെ ഇത് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോയി ഒരു മുറിക്കാതെ എന്നാൽ അടുക്കളയിലാണ് ഈ അമ്മായിയമ്മ ജീവിക്കുന്നത്. അവിടെ തന്നെ കൊണ്ടുപോയി ഈ പെണ്ണുമ്പിള്ളയിടും. രണ്ടുപേർക്കും കൂടെ ഒരു സ്ഥലമാവുള്ളൂ.
ഒരാൾ ഒരു വീട്ടിൽ നിന്ന് വളർന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന കറികൾ അവർക്ക് വെക്കാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര സംഘർഷമുള്ള ഈ അടുക്കള മുഴുവൻ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടരുത്. മൈത്രേ, അത് ഭയങ്കര സംഘർഷം തന്നെയാ. തൃശ്ശൂരുകാരി വെക്കണം മീൻകറി ആവില്ല, കോട്ടയംകാരി വെക്കുന്നത്. ഈ രണ്ടെണ്ണത്തിനും കൂടി ഒരു അടുക്കളയിൽ കൊണ്ടിട്ട് അത് ഈ പുറത്ത് വെക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അവിടെയാണ് ഈ പുരുഷന്മാര് നയപരമായി നിൽക്കും. എന്നിട്ട് തലയണ മന്ത്രം എന്ന് പറയും. ഭാര്യ ഇയാള് ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തിട്ട് ഈ പുരുഷന്മാര് അമ്മയെ കാണുമ്പോൾ ഇവനെ പണ്ടേ അറിയാം, അമ്മയുടെ കൂടെ നിന്നാലേ കരണ്ട് സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഏരിയ മുഴുവനും നിൽക്കും. എന്നിട്ട് ഈ പെണ്ണുങ്ങളെ മുഴുവനും എറിഞ്ഞു കൊടുക്കുന്ന പോലെ. എന്നിട്ട് ഈ അച്ഛനെന്ന് പറയുന്ന ആളാണെങ്കിൽ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഇഷ്ടമാണ്. ഭാര്യയോടോ അമ്മയോടോ പറയും, ദേ അവളെ ഒന്ന് നിയന്ത്രിച്ചേക്കണം നീ എന്ന് പറയും. ഇങ്ങനെയാണ് ഈ നിയന്ത്രണത്തിന് ഈ ചെയ്യുന്ന രീതി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ത്രീകളെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇയാൾ പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ സ്ത്രീകളെ വാർത്തുണ്ടാക്കിയതാണ്. അതിനെയാണ് പുരുഷ മേധാവിത്വപരമായ സമൂഹം നമ്മൾ പറയുന്നത്. മൈത്രേയ, ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ അച്ഛനും അമ്മയും ഈ മൈത്രേയ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതായത് ഏതെങ്കിലും ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വീട്ടിലെ സ്വന്തം അമ്മയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. ചോദിക്കുന്നത്, പിണറായി വിജയൻ വന്നിട്ട് തന്നെ ആ വാതക്കെന്ന് കയറി വരാൻ പറഞ്ഞാൽ ഇയാൾ തടസ്സം പിടിക്കുവോ? ഇല്ല. ഇത് ഒരു ഭർത്താവും ചെയ്യത്തില്ല, ഒരച്ഛനും ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത്. അപ്പം ജയിൽ പുള്ളിയായിട്ടിരിക്കുന്ന ആളിനോട് അവിടുത്തെ സൂപ്രണ്ട് മര്യാദകളായിട്ട് പെരുമാറുന്നു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, അപ്പൊ ഒരു പെണ്ണ് ഈ സിസ്റ്റം ഒക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുമ്പോ അവള് നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ 3 പേരിരുന്ന് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ലട്ട് ഷേമിംഗ് വരുന്നത് എനിക്കാണ്. നീ ആരാണ് ഈ 3 ആൾക്കാരോട് കസേര ഇട്ടിരുന്ന് സംസാരിക്കാൻ എന്നുള്ള രീതിയിലാണ് കമന്റ്സ് വരിക. മുഴുവൻ അനുഭവിക്കുന്നത്. അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പുരുഷൻ ഇപ്പം ഇയാള് അനുഭവിക്കുന്ന വിഷമം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുരുഷനും വിക്റ്റിമായിരിക്കുകയും ചെയ്യും. പക്ഷെ ആനുകൂല്യം കൂടുതലുള്ള വ്യക്തിമാണ്. അത്ര അറിയണം. ഇയാൾ എന്തായാലും 12 മണിക്ക് ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും തന്നെ അടിച്ചാൽ, നേരത്തെ നമ്മൾ ഒരു അക്രമത്തിനെ പറ്റി പറയുമ്പോൾ ഇയാൾ വലിയ ചൂരനായിട്ട് മിണ്ടിയായിരുന്നു. ഇയാളെ അടിച്ചാൽ വീട്ടുകാരും ചോദിക്കത്തില്ല, പോലീസും ചോദിക്കത്തില്ല, താൻ എന്തിനാ രാത്രി അവിടെ പോയത്, സിനിമ കാണാൻ പോയതാ, അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. ഒരു സ്ത്രീ അവിടെ നിന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടു പോയാൽ ലളിതമാണ്. ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. ഇത് ആണ്. ഇത് എല്ലാവരും ചോദിക്കുന്നില്ലല്ലോ മൈത്ര. ഏതെങ്കിലും 1-2 പേര് ചോദിക്കുന്നത് റോഡിൽ ഇറങ്ങുന്ന സ്ത്രീകളെ ചോദിക്കുന്നു. ഈ റോഡിലിറങ്ങുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് വേറെ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരനുമാണ്. അമ്മയല്ല, അച്ഛനും സഹോദരനുമാണ്, അല്ലാതെ വേറെ ആരുമല്ല. നന്നായി വളർത്തിയ വീട്ടിലെ പുരുഷന്മാർ തന്നെയാണ് റോഡിലെല്ലാം ഇരിക്കുന്നത്. അവന്മാരാണ് ഈ ബലാത്സംഗികൾ, അല്ലാതെ വേറെ ആരും ഇടില്ല. ഇങ്ങനെയാണ് സ്ത്രീകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഭർത്താവും വരും, അച്ഛനും വരും, ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാണ് രാത്രി പോയെന്നുള്ള. അങ്ങനെയാണ് പുരുഷന്മാർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുന്നത്. ഈ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. അല്ല, സ്ത്രീകൾ അതിനകത്ത് പങ്കാളികളല്ല എന്നല്ല. എല്ലാ പോലീസുകാരും സാധാരണക്കാരാണ്, എല്ലാ കങ്കാണികളും സാധാരണക്കാരാണ്, എല്ലാ ജന്മികളുടെ കാര്യസ്ഥന്മാരും സാധാരണക്കാരാണ്. അവരെ കൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്യിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ബ്രാഹ്മണൻ ജന്മി സാധാരണക്കാരെ അടിക്കുന്നത്? ഇയാൾ കണ്ടിട്ടുണ്ടോ? ശുദ്ധമായ ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഉടുപ്പ് വിടാതെ ഒക്കെ ഇങ്ങനെ നടന്ന് നെറ്റിക്ക് കുറിയിട്ട് നടക്കുന്ന ബ്രാഹ്മണരെയല്ലേ നമ്മൾ കാണുന്നത്. അതിനെയല്ല നമ്മൾ ഈ സവർണ ബോധമെന്നോ അല്ലെങ്കിൽ സാധനമോ. അവരുടെ കാര്യസ്ഥന്മാരിലൂടെ ചെയ്തെടുക്കുന്നൊരു സാധനം. രാജാവല്ല എല്ലാ തവണയും എല്ലാവരെയും വെട്ടുന്നത്. ഒന്നിനും കാശിന് പോലും കൊള്ളാത്ത രാജാവാണ് അകത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വപരമായ സിസ്റ്റത്തിനകത്തെ പുരുഷന്മാർ, ഇപ്പം നമ്മൾക്ക് വെറുതെ നോക്കിയാൽ മതി. ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ അവൻ നാട്ടിൽ മുഴുവൻ അടിമേടിക്കും.
പക്ഷെ അവൻ അടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടാവും. അതുകൊണ്ട് അവസാനത്തെ കറുത്ത സ്ത്രീയായിരിക്കുന്ന, ജോലിക്കാരിയായിരിക്കുന്ന സ്ത്രീയുടെ മോചനം എല്ലാവരുടെയും മോചനമാണ്. അങ്ങനെയാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. സിസ്റ്റം അറിയാതെ ഇത് പറയരുത്. ഇവർ നേരത്തെ എനിക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന പോലെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. താനും പുരുഷനാണ്. ഇവർ സ്ത്രീയാകുന്ന പോലെ താനും പുരുഷനാണ്. പുരുഷനായിരിക്കുന്നവൻ ആണെന്നുള്ള അർത്ഥത്തിലല്ലത്, മര്യാദ കെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യത്യാസമുണ്ട്, ഞാൻ ബലവാനാണ്, ഞാനാണ് ഭരിക്കേണ്ടവൻ എന്നുള്ള ബോധമുള്ളവനെയാണ് നമ്മൾ ഈ പുരുഷനെന്ന് പറയുന്നത്. ഇതുവരെ അല്ല, പൗരരാണ് നമുക്ക് വേണ്ടത്. സ്ത്രീയും പുരുഷനും ബയോളജിക്കലി ആണും പെണ്ണും വ്യത്യാസമില്ലെന്നുള്ളതല്ല പറയുന്നത്. ഈ ആളുകളുടെ പെരുമാറ്റത്തിനകത്ത് ഇത് തിരിച്ചറിഞ്ഞ് ഞാനൊരു പെണ്ണിനെ ഒരു കാലത്തും ബലാത്സംഗം ചെയ്യത്തില്ല എന്ന് തീരുമാനം എടുത്തവനാണ് പൗരൻ. എനിക്ക് ബലമുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ സംരക്ഷിക്കും, ഞാൻ നോക്കും, ഞാൻ അധ്വാനിക്കും എന്നൊക്കെ പറയുന്നതാണ് പുരുഷൻ. അതല്ല ആവശ്യം. രണ്ടുപേര് ചേർന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. ആ രണ്ടുപേര് ചേർന്ന് ചെയ്യേണ്ട പണിയെ ഒരാളുടെ പ്രൊട്ടക്ഷനകത്ത് പെണ്ണുങ്ങളാക്കി നിർത്തുന്നതല്ല ജനാധിപത്യം. അതല്ല കുടുംബം. പരസ്പരം തിരഞ്ഞെടുക്കുന്നവരാണ്. അപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നമ്മൾ പറയും. ഇന്ന് നിങ്ങൾ റോഡിനകത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളെ കാണാത്തത് ഒരു സ്ത്രീയെ റോഡിൽ വിട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ലൈംഗിക തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അവർക്കിതൊക്കെ ചെയ്യാനൊക്കും. അതും ആർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്? വേറെ പുരുഷന്മാർക്ക് വേണ്ടി തന്നെ. അവർക്ക് വേണ്ടി ഇല്ലേ? അവർക്ക് അതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് വരുമാനം ഉണ്ടാക്കാനാണ്. അതല്ല അവരുടെ അതല്ല. അല്ല, താനെ മനസ്സിലാക്കിയാൽ മതി. താനെ ഒരുങ്ങി റോഡിൽ നിൽക്കേ, ശരി, ഒരു പെണ്ണും തന്നെ വന്ന് വിളിച്ചോണ്ട് പോകത്തില്ല. ഇല്ല. പിന്നെന്താണ് പിന്നെയാട്ടെ ഒരുങ്ങി, അവരുടെ ഭാഷയാണ്. തനിക്ക് ആവശ്യമുണ്ടല്ലോ കാശ്. അപ്പൊ താൻ അവിടെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്, ഞാനൊരു ലൈംഗിക തൊഴിലാളിയായ പുരുഷനാണ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റിന്റെ ലൈനിലുള്ള വേഷമൊക്കെ ഇട്ട് ഇയാൾ നിന്ന എത്ര പെണ്ണുങ്ങൾ വന്ന് വിളിച്ചോണ്ട് പോകും? ഇന്ന് സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിനകത്ത് ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ വേണമെങ്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഞാൻ വിളിച്ചാൽ നീ വരുമോ എന്ന് ചോദിക്കുന്നത്, അതിനെ ഗിഗിളു എന്ന് പറയും. ഇതൊക്കെ അത്രയും സ്വത്തുള്ള, അപ്പോഴും 1,00,000 സ്ത്രീകൾക്ക് ഒരു ഗിഗിളേ ഉള്ളൂ. ഇത്ര അറിയാം. അത് തന്നെ പുരുഷന്മാർക്കും കൂടെ ഉപയോഗിക്കുന്നതാണ്. ഇത്രയും അറിയണം. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിത് അഴിച്ചു പണിയണമെന്ന് ഞാൻ ഈ സമൂഹം അഴിച്ചു പണിയണമെന്ന് പറയുമ്പോൾ ഈ മൂല്യബോധങ്ങളും കൂടെ അഴിച്ചു പണിയണം. അപ്പൊ അത് എങ്ങനെ പറ്റും? അതായത് നമ്മൾ ഫെമിനിസം എന്നുള്ള സബ്ജക്ട്, സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ചെറിയ ക്ലാസ് മുതലേ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് തുല്യം. നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അവസാനത്തെ സ്ത്രീയും തുല്യമായി മാറുന്നതിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളികൾ ആദ്യം കാണിക്കുന്നത് പറഞ്ഞാൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട ഒരു പെണ്ണിന് എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇത് റിഡിക്യൂൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. തൊഴിലാളികളെ പറ്റി പണ്ട് കാർമാസ് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ നോക്കുകൂലിക്കാരനെ പറ്റി മാത്രമാണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ നോക്കുകൂലിക്കാരനാണ്. അല്ലാതെ ഈ പണിയെടുക്കുന്നവരെ പറ്റി ചർച്ചയില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഈ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, താനും ഞാനും ഈ സമൂഹത്തിനകത്ത് സ്ത്രീകളെ പോലെ തന്നെ പ്രോഡക്റ്റാണ് പുരുഷനായിട്ട്. ആ പുരുഷനാകുന്നവൻ മര്യാദ കെട്ടവനായിട്ടാണ് നമ്മൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്.